നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും സമയം കളയരുത്. കാരണം ജീവിതം സമയത്തിനാൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ആൻഡ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥികൾ, അതായത് സൗണ്ട് കൊണ്ട് നമുക്കെല്ലാം ഇവരെ അറിയാം. ഇവരുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഇത് ഇന്ന ആളാണ്, ഇതാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവരുടെ രൂപം ചില ആളുകൾക്ക് സുപരിചിതമല്ലായിരിക്കാം. എന്തായാലും ഇന്ന് 2 ഡബിംഗ് ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ഗസ്റ്റുകളായിട്ട് വരാൻ പോകുന്നത്. വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അരുൺ സി എം ആൻഡ് ദേവയാനി. ഓക്കെ, അപ്പോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ KGF മ്യൂസിക് ഇട്ട് വന്നപ്പോ തന്നെ മനസ്സിലായി കാണും, ഇദ്ദേഹം KGF ഡബ് ചെയ്ത്, നമ്മുടെ സാക്ഷാൽ റോക്കി സ്റ്റാറിനെ ഡബ് ചെയ്ത് ഇപ്പോഴത്തെ എല്ലാവരെയും ഈ ശബ്ദം ഇങ്ങനെ അന്വേഷിച്ചടക്കാണ് കൂടുതലായിട്ട് ആൾക്കാർ. ആ ഒരാളെയാണ് നമ്മളിവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. പിന്നെ ഇത് ദേവയാനിയുടെ സൗണ്ടും എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഒരുപാട് സീരിയൽസിലൂടെയും ജയ് ഭീമിലെ വിശേഷമാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയേണ്ടത്. അപ്പോൾ റെഡി അല്ലേ? പിന്നെ നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങൾ, അതായത് ഡബ്ബിംഗ് വിശേഷമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത വിശേഷങ്ങൾ, പിന്നെ എൻ്റെ വക ചെറിയ ചെറിയ ചോദ്യങ്ങൾ, ഗെയിംസ്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം റെഡി, തുടങ്ങാം അല്ലേ? KGF വിശേഷം തന്നെ നമുക്ക് ആദ്യം കേട്ട് കളയാം. കാരണം എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന അതാണല്ലോ. സാക്ഷാൽ യഷിനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. അദ്ദേഹത്തിന് ശബ്ദം കൊടുത്ത ഒരാളെ നമുക്ക് കാണാൻ പറ്റിയിരിക്കുകയാണ്. അപ്പൊ പറയൂ, KGF 1 and 2 രണ്ടും താങ്കൾ തന്നെയാണല്ലോ ഡബ് ചെയ്തിട്ടുള്ളത്. ഇനി 3 വേണ്ടിയിട്ട് താങ്കൾ വെയിറ്റ് ചെയ്യാണ്, ഞങ്ങളും. അല്ലേ? അതെ, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഡബിങ് എക്സ്പീരിയൻസ്? അല്ല, അത് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ ഇവിടെയാണ്, നമ്മൾ ട്രിവാൻഡ്രത്താണ് അതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ സെക്കൻഡ് പാർട്ടാണ് ബാംഗ്ലൂർ ആയിരുന്നു. എൻ്റെ ടോട്ടൽ വർക്ക്സ് ഒരു 1.5 വർഷത്തോളം ഉള്ളൊരു പ്രോസസ് ആയിരുന്നു സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്തത്. ശങ്കർ രാമകൃഷ്ണൻ സാറാണ് അതിൻ്റെ റൈറ്റർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വോയിസ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ പരിപാടിയായിരുന്നു. നമ്മൾ സാധാരണ ഒരു കാരണം ആ വോയിസ് ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഫിലിമിന്റെ ഒരു ഡെപ്ത് പോകും. അപ്പോൾ ഇതിൽ ശങ്കർ സാർ അതിൽ റൈറ്ററായിട്ട് വന്നതിന് ശേഷം അദ്ദേഹം ഇവിടുന്ന് നമ്മുടെ മലയാളത്തിലെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് നടീനടന്മാരെ കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ട് വോയിസ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ഒരു സമയം അതിന് വേണ്ടിയിട്ട് ഓഡിഷൻ പോലെ തന്നെ ആക്ടേഴ്സ് വരുന്നു, അവരുടെ വോയിസസ് അതിന് വേണ്ടിയിട്ട് ക്യാരക്ടറിന് വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കണ്ട കുറച്ച് ആക്ടേഴ്സ് ഇതിൽ വർക്ക് ചെയ്തേ ഉള്ളൂ. ഇതിന് മുമ്പിൽ ബാക്കിലൊരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് പാർട്ടിലാണോ സെക്കൻഡ് പാർട്ടിലാണോ കൂടുതൽ ഡയലോഗ്സും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത് ഏതിലാണ്? എനിക്കിതൊന്നും ബുദ്ധിമുട്ടെന്ന് പറയുന്ന അല്ല, അതിനെ അങ്ങനെ പറയരുത്. അതിപ്പോൾ സ്വാസിക അത് പറഞ്ഞ നാളെ ട്രോളാവും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ സ്വാസികയ്ക്ക് തന്നെ ആക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന ഒരു സംഭവം കിട്ടിയാലാണ് സ്വാസികയ്ക്ക് സന്തോഷമാണ്. പിന്നെ ഒരു ആക്ടർ അവിടെ നിന്ന് ഒരു പെർഫോമൻസിലൂടെ ചലഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമാണ്. നമുക്കത് പെർഫോം ചെയ്യാനുള്ള ആഗ്രഹം കൂടുകയും, അത് ചിലപ്പോൾ ശരിയാവില്ല. എനിക്ക് ഫസ്റ്റ് ടേക്ക് മാജിക് എന്ന് പറയുന്ന പരിപാടിയൊന്നും വേണ്ട, അതൊന്നും വിട്ടേക്കും. നമുക്ക് ആ സമയമെടുത്ത് കൃത്യമായിട്ട് അവസാനം തീരുന്ന 60 70 ടേക്ക് കഴിഞ്ഞിട്ട് ശരിയായാൽ മതി. അതാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പൊ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ പരിപാടി ഇല്ല ഇതിനകത്ത്. ഇനി ദേവയാനിയുടെ കാര്യത്തിലേക്ക് കൊടുക്കുക. അതായത് ജയ് ഭീമിലെ വിശേഷം, നമ്മുടെ ലിജോ മോൾക്ക് വേണ്ടിയിട്ട്, ലിജോ മോളുടെ അഭിനയത്തിനെ കുറിച്ചിട്ട് എല്ലാവരും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറായിരുന്നു. അതിന് മലയാളത്തിൽ വന്നപ്പോൾ ദേവയാനിയുടെ ശബ്ദവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ആ ഒരു സ്ലാങ് അവിടെ തമിഴിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, മലയാളത്തിൽ ചെയ്തപ്പോൾ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിയിരുന്നു? ചെറുതായിട്ടൊക്കെ. അതായത് ആക്ച്വലി അവരെന്നോട് പറഞ്ഞത് ലൈക്ക് കുറച്ച് ഭയങ്കര ലോക്കലി സംസാരിക്കുന്ന രീതിയിൽ മതി. പിന്നെ കുറച്ച് എന്താ 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 എന്തരണ്ണ എന്നല്ല, എന്നാലും എന്താ അണ്ണ, അങ്ങനെ ഒരു ലൈക്ക് ആ ഒരു കൾച്ചറിലുള്ളവരാണ് അവർ. പിന്നെ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പകുതി പേരും ഓൾറെഡി അവിടെ ഉള്ള ആൾക്കാരാണ്, ലൈക്ക് ആ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ആൾക്കാരുമാണ്. അപ്പോൾ ആക്ച്വലി ആദ്യം ചെല്ലുമ്പോൾ എന്നോട് ലൈക്ക് എന്താണ് ഫുള്ളി സംഭവം എന്നൊന്നും പറഞ്ഞില്ല. സൂര്യ സാറിൻ്റെ മൂവിയാണെന്ന് പറഞ്ഞു. എനിക്ക് ജയ് ഭീമാണെന്നോ ഇതാണ് ക്യാരക്ടറൊന്നും ഒന്നും അറിയില്ലായിരുന്നു. അവിടെ ചെന്നിത് കാണിച്ചു തരുമ്പോൾ ലൈക്ക് ഞാൻ ആദ്യം എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു ഇതായിരുന്നു. ലൈക്ക് ഫസ്റ്റ് കയറി ഞാൻ ആദ്യത്തെ ഒരു ഡയലോഗ് എടുത്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഓക്കെയാണ്, പറ്റുന്നുണ്ട്, ഈ ഒരു ഇത് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ പോകെ ലൈക്ക് ആ സിനിമ എന്താണെന്നോ അതിൻ്റെ മുന്നേ ഉള്ള കാര്യങ്ങളോ ഒന്നും അറിയില്ല. സോ ഐ വാസ് ലിവിങ് ഇൻ ഇറ്റ് എന്ന് പറയാം. നമ്മളത് ഇപ്പോൾ കഥ അറിഞ്ഞു വെച്ച് കാണുകയല്ലോ. അപ്പോൾ ഓരോ സെക്കൻഡ് പോകുമ്പോഴും ആ ക്യാരക്ടർ ആവാൻ എന്നെ അത് ഹെൽപ്പ് ചെയ്തു. ലൈക്ക് ഞാൻ അതിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഫീലിലാണ് ഞാൻ ആ പടം ഡബ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ദേവയാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളം സീരിയലിൽ ഒരുവിധം എല്ലാ മെയിൻ ക്യാരക്ടേഴ്സും ഡബ് ചെയ്യുന്നത്, ഇപ്പൊ സാന്ത്വനത്തിലെ രക്ഷയ്ക്ക് അല്ലെ അപ്പുവിന്റെ സൗണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദേവയാനിലൂടെയാണ്. പിന്നെ സീതപ്പെണ്ണില് അർച്ചനയ്ക്ക് ഡബ് ചെയ്യുന്നതും ദേവയാനിയാണ്. അതൊക്കെ ഒരു രസമായിട്ട് അങ്ങനെ പോകുന്നു. ശരി, താങ്കൾ വേറെ ഏതൊക്കെയാണ്? ഇപ്പം ഈ RR ഉണ്ട്,
അതിൽ NTR സാറിന് വേണ്ടിയിട്ട്, ചെയ്തു. ജൂനിയർ NTR സാറിന് വേണ്ടി ഡബ് ചെയ്തു. ബാഹുബലിയിൽ പ്രഭാസ്, ഇപ്പോൾ KGF-ന്. ഇനി വരാൻ എന്തെങ്കിലും കിടിലൻ ഐറ്റം ഉണ്ടോ? വരാനുണ്ട്, പക്ഷെ എനിക്ക് NDA അതിന്റെ പറയാൻ പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കിടിലനാണോ? ആണ്. തീർച്ചയായിട്ടും. ഈ അന്യഭാഷയിൽ ഡബ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ, അതായത് ഞാൻ 2006 സ്റ്റാർട്ട് ചെയ്യുന്നത് ജയരാജ് സാറിന്റെ മൂവിയിലാണ്, അശ്വാരൂഢനിലാണ്. അത് കഴിഞ്ഞ് ഒരു മാടമ്പി ലാൽ സാറിന്റെ, മോഹൻലാൽ സാറിന്റെ ഫിലിം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു 2008 മുതൽക്ക് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ ഒരു ക്യാരക്ടറിന് പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഡബിങ്ങിന് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ വോയിസിന് എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? എനിക്ക് അങ്ങനെ, ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ശരി. എസ്പെഷ്യലി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ, ഞാൻ 3 വയസ്സിലെ ഡബ് ചെയ്യാൻ തുടങ്ങിയതാണ്. 3 വയസ്സിൽ? യെസ്. അമ്മ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ വന്നു അങ്ങനെ നിൽക്കുന്നു. അമ്മ അപ്പോ പണ്ടത്തെ സിനിമകൾക്ക് അങ്ങനെ ഡബ് ചെയ്തോണ്ട്? അമ്മ പണ്ട് മുതലേ, ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല പെട്ടെന്ന്, പക്ഷെ എന്നാലും അമ്മയും എത്ര വർഷം, അമ്മ ഏഷ്യാനെറ്റിന്റെ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും അമ്മ ഡബ് ചെയ്യുന്നുണ്ട്, പ്രസന്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്, ഡബിങ് കോർഡിനേറ്റർ ആണ്. 3 വയസ്സിൽ ദേവയാനി ഡബ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? സീരിയൽസ് തുടങ്ങും. അതിപ്പോ അമ്മയുടെ, ഇപ്പൊ ഒബ്വിയസ്ലി നമ്മൾ ഡബ് ചെയ്യാൻ അമ്മയുടെ ഒപ്പം പോകുമ്പോൾ കൂടെ ഇരിക്കുമ്പോൾ ഒന്ന് ഡബ് ചെയ്ത് നോക്കുന്നോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വെറുതെ ഒരു ദിവസം മൈക്കിന്റെ മുന്നിൽ പിടിച്ചിരുത്തി, അങ്ങനെ ഇരുത്തി ചെയ്തപ്പോൾ കറക്റ്റ് സിങ്കിൽ പറഞ്ഞു മോഡുലേഷൻ ഉണ്ട്. അന്ന് തൊട്ട് പിന്നെ ഡബ് ചെയ്യാൻ തുടങ്ങി. എന്നെ എനിക്ക് തോന്നുന്നു ഇതുവരെയും അങ്ങനെ ഞാൻ നിർത്തിയിട്ടില്ല വർക്ക്. ആ ഒരു 3 വയസ്സ് തൊട്ട് ഇന്നിപ്പോ പ്രസന്റ് ഡേ വരെ. എത്ര വയസ്സിൽ? 23 years of experience. 23 years of experience ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അടിപൊളി. ഡബിങ് ചെയ്യുന്നതോട് നിങ്ങളോട് രണ്ടുപേരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അഭിനയത്തിൽ താല്പര്യമുണ്ടോ? പിന്നെ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റും. അത് അല്ല, ഞാനൊരു 6-7 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാലഘട്ടത്തിൽ സീരിയലിൽ വില്ലനായിരുന്നു. ഏത് സീരിയലാണ്? ഞാൻ ഒരു എല്ലാ സീരിയലും കാണാറുണ്ടല്ലേ. ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന പുരുഷോത്തമൻ സാർ ഡയറക്ട് ചെയ്ത ഒരു സീരിയൽ. മനോരമയില്? അല്ലല്ല, സൂര്യയില്. അതെ, മനോരമയിൽ ഞാൻ പൊന്നമ്പിളി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തിട്ടുണ്ട്. പൊന്നമ്പിളി. അതില് ഞാൻ മനീഷിന്റെ കൂടെ, ഞാനും മനീഷും കൂടെയാണ് അഭിനയിച്ചത്. അന്ന് ഈ താടി ഉണ്ടായിരുന്നോ? ഇല്ല, അന്ന് കുറച്ചും കൂടി അപ്പൊ അതിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു സമയം വേറൊരു വഴിക്ക് അങ്ങനെ പോയതുകൊണ്ട് ചെയ്യാതായതാണ്. അപ്പൊ ഇനി മനസ്സിലാ അഭിനയ വേഷം ഇങ്ങനെ കിടക്കാണ്. നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും നല്ല ക്യാരക്ടേഴ്സ് അല്ല, എന്തെങ്കിലും കിട്ടിയാലും നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കും, ഉറപ്പാ. ഇനി ദേവയാനി പറയൂ, ദേവയാനിക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്നല്ല പറഞ്ഞത്? ഇല്ല എന്നാ പറഞ്ഞത്. അതെന്താ കാരണം? കുഞ്ഞിലെ മുതലേ ഇതില് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഫ്രണ്ടിലേക്ക് വരാൻ തോന്നിയിട്ടില്ല. കുഞ്ഞിലെ സ്റ്റുഡിയോ പോകുമ്പോഴും ചോദിക്കും മോൾ അഭിനയിക്കുന്നോ? അപ്പൊ ഞാൻ കുഞ്ഞിലെ പറഞ്ഞിട്ടുള്ളതും അഭിനയിക്കുന്നില്ല, എനിക്ക് വേണ്ട, എനിക്ക് ഡബ് ചെയ്താൽ മതി എന്നാ ഞാനൊന്നും പറഞ്ഞിട്ടുള്ളത്. ഇന്നും ഞാൻ എന്തോ അതിൽ തന്നെയാണ് നിൽക്കുന്നത്. ചോദിക്കാറുണ്ട് ചിലർ ചെയ്യുന്നോ എന്നൊക്കെ, ഇടയ്ക്ക് പക്ഷെ ചെയ്യണം എന്നൊക്കെ തോന്നി. ലൈക്ക് ഒരു ടൈം ആയപ്പോ തോന്നി, പിന്നെ വെച്ച് വേണ്ട, കുഴപ്പമില്ല, നമുക്ക് ഡബിങ് മതി. ഈ കുഞ്ഞിലത്തെ ഡബിങ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതായത് ഏതോ കാർട്ടൂൺ ക്യാരക്ടറിനൊക്കെ ഡബ് ചെയ്തില്ലേ, പൂപ്പി. സോ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു? അതായത് ഇതൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേകതരം ശബ്ദം നമ്മളിങ്ങനെ കൊടുക്കണമല്ലോ. അപ്പൊ കുഞ്ഞായിരിക്കുമ്പോ അത് ഈസി ആയിരുന്നു, അതെയോ വളരെ എഫേർട്ട് എടുത്ത് ചെയ്തതായിരുന്നോ? കുഞ്ഞാണെങ്കിലും കുറച്ചുകൂടി സ്വീറ്റ് ആക്കി, ഇപ്പം എന്താ ഈ ഒരു സ്റ്റൈലില് നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പോ പിന്നെ അന്ന് ഓൾറെഡി ഈ എന്റെ വോയിസ് കുറച്ച് സ്വീറ്റാണ്. ഈ അരുൺ ചേട്ടന്റെ അടുത്തും എന്റെ അടുത്തും, അല്ലെങ്കിൽ അരുൺ ചേട്ടന്റെ അടുത്ത് പൂപ്പി സംസാരിക്കുന്ന പോലെ KGF കണ്ടു, അടിപൊളിയായിരുന്നു, അങ്ങനെ ഒരു കാര്യം ഒന്ന് പറയൂ ആ ഒരു സൗണ്ടില്. അരുൺചേട്ടാ, ഞാൻ KGF കണ്ടു. എവിടെയാ കണ്ടെന്ന് ഓർമ്മയില്ല. അച്ഛന്റെ കൂടിയാ പോയെ. ആണോ? ആ, അച്ഛനും ഞാനും അമ്മയും കൂടി സൂട്ടറാ പോയെ. ഏത് തിയേറ്ററിലാണ്? അറിയില്ലല്ലേ. ഓ, അതിലെ ഡയലോഗ് പറയാം, ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് പറഞ്ഞു. വൈ ഡാൻസ് അത്രേ അറിയൂ. നന്നായിരുന്നേ. ഞാനും അപ്പു ഉണ്ടായിരുന്നു. അപ്പു ആരാ? അനിയനാ. അപ്പു കുഞ്ഞ അമ്മന്റെ വയറ്റിലിങ്ങനെ, വയറ്റിലാള്. ശരിക്കും നല്ല രസമുണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനായിട്ട്. ഈ ഇങ്ങനെ സൗണ്ടിൽ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആരൊക്കെ? ലൈക്ക് ഇപ്പൊ നമ്മള് ഫ്രണ്ട്ലി, ഞാൻ ആക്ച്വലി ഇവിടെ വരുമ്പോഴൊന്ന് പറ്റിക്കണം എന്ന് വിചാരിച്ചത്. ആരെ? എന്നെയോ? അയ്യോ. ചേട്ടൻ ഇതുപോലെ ആരെങ്കിലും സൗണ്ടിൽ പറ്റിച്ചിട്ടുണ്ടോ? എനിക്ക് പറ്റിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോ അല്ല, അതല്ല, ഈ നമുക്കിപ്പോ യശ് സാറിന്റെ ശബ്ദമോ അല്ലെങ്കിൽ പ്രഭാസിന്റെ ശബ്ദം ഒന്നും പറഞ്ഞാൽ അവർക്ക് മലയാളം അറിഞ്ഞൂടാന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ. ഞാനാന്ന് പറഞ്ഞ് സ്വയം ഞാൻ മണ്ടനാണ്. അതല്ല ഞാൻ ചോദിച്ചത്, ഇതേപോലെ വോയിസ് മാറ്റി എപ്പോഴെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? പണ്ട് ചെയ്യാനൊക്കെ വയസ്സായ ആൾക്കാരുടെ സൗണ്ട് ചെയ്യാൻ പറ്റുമോ? വയസ്സായ ആൾക്കാർക്ക് ഒരു ദ്രോണ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിലൊക്കെ ഒരു മേജർ അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പോ ചോദിച്ചാൽ ഓർമ്മയൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇത്രയും ടാലന്റഡും അല്ല, എനിക്കിങ്ങനെ അത് ഓർത്ത് പറയാനുള്ളൊരു ഇതില്ല. ആ ഒരു പ്രായമൊന്നും അങ്ങനെ വിഷ്വലി കണ്ടിട്ടാണല്ലോ നമ്മൾ അതിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഇരുന്നത് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഇത് എനിക്ക് വരില്ല.
നമുക്ക് എന്തായാലും ഒരു വിഷ്വൽ ഞങ്ങൾ ഇട്ട് തരാം. എന്നിട്ട് ആ വിഷ്വലില് അത് എന്തായാലും താങ്കൾക്ക് പറ്റും. എനിക്കാണെങ്കിൽ ആ ഡയലോഗ് കേൾക്കാൻ ഇങ്ങനെ കൊതിയായിട്ടിരിക്കുക. വയലൻസ് വയലൻസ് വയലൻസ്. സ്വാസിക, ഇവിടെ ഇരുന്ന് പറയുമ്പോ ഇതിന്റെ രസമുണ്ട്. ഞാനിത് പറഞ്ഞു നമ്മുടെ നാട്ടിൽ മുഴുവൻ പറഞ്ഞു വെച്ചേക്ക. അത്യാവശ്യം ആളുകൾ ഇവന് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അവരങ്ങനെ പലതും പറയും, ഞാനും നേരിട്ട് കണ്ടിട്ടില്ല. അതെ, നേരിട്ട് നമുക്കിത്. അപ്പൊ നമുക്ക് ആ ഒരു ഡയലോഗ് ഇവിടെ നമ്മളൊരു വിഷ്വൽ ഇടും. ചേട്ടൻ ഒന്ന് ചെയ്യാം. ശരി. Violence, violence, violence. I don't like it. I avoid it. But violence likes me. I can't avoid it. ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോണുകളാണ്. നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചപ്പോൾ ഒരുപാട് ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ടോ? ഇന്നും നമ്മൾ അങ്ങനെ ഒരു ഗെയിമിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ ഇത് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ബുദ്ധിയും ഒക്കെ ഉപയോഗിക്കേണ്ട ഒരു ഗെയിമാണ്. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആവും, കാരണം ശബ്ദങ്ങൾ കൊണ്ടുള്ള ഒരു ഗെയിമാണ്. അതായത് നമ്മളുടെ ഇവിടുന്ന് കുറച്ച് സൗണ്ട്സ് അവരിങ്ങനെ പ്ലേ ചെയ്യും. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ആരാണ്, അല്ലെങ്കിൽ ആരാണെന്ന് മാത്രമല്ല, ചിലപ്പോൾ മൃഗത്തിന്റെ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സിന്റെ ആയിരിക്കും, ചിലപ്പോൾ നേച്ചറിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ ആദ്യം ഒരാൾക്ക് മനസ്സിലായി, അരുൺ ചേട്ടൻ മനസ്സിലായി, വേഗം നമ്മൾ കുറച്ച് ബലൂൺസ് ഇട്ടിട്ടുണ്ടാവും. ആ ബലൂൺസ് ചവിട്ടി പൊട്ടിച്ചിട്ട് ആൻസർ പറയണം. ഉത്തരം ഇപ്പൊ ചേട്ടൻ ബലൂൺ പൊട്ടിച്ചു, ഉത്തരം പറഞ്ഞു. ശരി ഉത്തരമാണെങ്കിൽ പോയിന്റ്, തെറ്റുത്തരമാണെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. എനിക്ക് പറഞ്ഞില്ലെങ്കിലും പണിഷ്മെന്റ് ഉണ്ട്. അതായത് ഒരു ടാസ്ക്, ഒരു പണി, ഞാൻ ഇങ്ങനെ ഒരു പണിപ്പെട്ടി, അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക, പേപ്പർ തുറക്കുക, വായിക്കുക, അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ ഗെയിം കളിക്കാനായിട്ട് നമ്മുടെ സുന്ദരനും സുന്ദരിയും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവർക്കുള്ള പണികളുമായിട്ട് ഞാൻ എന്റെ പണിപ്പെട്ടി ഇവിടെ റെഡി ആക്കി. ടോൺ അങ്ങനെ ഞാൻ കളിയാക്കുന്നല്ല, നല്ല ഐശ്വര്യമുള്ള മുഖവും ഈ വേഷമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരി, അപ്പൊ ഞാൻ പറഞ്ഞ നിയമങ്ങളൊക്കെ നിയമങ്ങളാണ്, അത് അങ്ങനെ തന്നെ പാലിക്കണം, മനസ്സിലായത്? അപ്പോ സൗണ്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോകണം, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യം തന്നെ ആൻസർ കിട്ടുകയാണെങ്കിൽ ബലൂൺ ചവിട്ടി പൊട്ടിച്ചിട്ട് ആൻസർ പറയാം. തെറ്റിയാ മാത്രം എടുത്താൽ മതി. തെറ്റാണെങ്കിൽ എടുക്കണം. സോ റെഡി, 1 2 3 മ്യൂസിക്. സിമ്പിൾ. സിംഹം. ചവിട്ടി പൊട്ടിക്ക്, ആരാന്ന് ചവിട്ടി പൊട്ടിച്ചിട്ട് പറ. സിംഹം. സിംഹം അല്ലേ? സിംഹം. സിംഹം നോക്കൂ. ആണോ? ആണ്. ആണോ? അല്ല, ഉത്തരം പൊട്ടത്തെറ്റാണ്. അതായിരിക്കുമല്ലോ ലക്ഷ്യം. എനിക്കറിയായിരുന്നു ഈ പുലിയുടെ കൂടെയല്ലേ ഞാൻ അലറിയത്. പുലി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നോ? പുലി എന്ന് പറഞ്ഞാൽ പുലിയുമല്ല, കുതിര ശ്വാസം വിടുമ്പോൾ സൗണ്ടാണ്. കുതിരയുടെ ശ്വാസം വിടുന്ന അളിയാ, വെറുതെ അല്ല ചങ്ങലക്കിട്ടേക്കണത്. ശ്വാസം വിടുമ്പോഴുള്ള ശബ്ദമൊക്കെ ഇത് വെറുതെ അല്ല, സത്യം. ഇത് ചങ്ങലായിരുന്നല്ലേ? ഇതല്ല ചങ്ങല, കഴുത്തി കിടക്കുന്നത് അതല്ല, ഇതാണ് ഉദ്ദേശിച്ചത്. നോക്ക്, ഓ ഈ ചങ്ങല. അതെ, ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരിക്കാം, നിങ്ങൾ തീരുമാനത്തിലായിട്ട്. എല്ലാവരുടെ ഭാഗത്ത് ഓരോ തെറ്റുണ്ടായിരുന്നു, ക്ഷമിക്കാം. എന്നെ ചങ്ങലക്കിട്ടിരിക്കുന്നതല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് ഒരു വെറൈറ്റി സൗണ്ടും കൊണ്ട് വന്നതാണ്. ഇനി ഞങ്ങൾക്കുള്ള ടാസ്കിൽ ശ്വാസിക്കാൻ പറയണം, പറഞ്ഞു കൊടുക്കരുത്. അത് വേറെ സൗണ്ടാ, വേറൊരു ശബ്ദം. ഈ കുതിര ശ്വാസം വിടുന്ന പോലെ പൂച്ച മൂക്ക് ചീറ്റുന്ന ശബ്ദം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പറയിപ്പിക്കണേ. ഞാൻ ശ്രമിക്കാം. തൽക്കാലം ഇതിന് ടാസ്ക് നമുക്ക് കൊടുക്കാം. ഉത്തരം പറയാതിരുന്നാ തോക്കൂലല്ലേ. 10 ഏത്ത വിടുക. വേഗം കിട്ടുള്ളൂ, പെട്ടെന്നിട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ? സൂപ്പർ, അടിപൊളി. ഇനി അടുത്ത സൗണ്ടിന് വേണ്ടി രണ്ടുപേരും ചെവി കൂർത്ത് പിടിപ്പിക്കുക. ഞാൻ കുറച്ച് പിടിക്കുക. ഞാനും. ആരാ? എന്റെ അനിയന്റെ കൊച്ച്.
എന്റെ അനിയന്റെ കൊച്ചു രാത്രി കിടത്തി ഉറക്കാറില്ല, ഇത് തന്നെയല്ലേ കരയണത്. നിങ്ങൾക്കത് വേറെ ശബ്ദമായിരിക്കും, പക്ഷെ ഇത് എന്റെ അനിയന്റെ കൊച്ച. ഞാൻ പൊട്ടിക്കും, ഞാൻ പറയും കൊരങ്ങൻ. അനിയന്റെ വർഗസ്നേഹം. ആയിക്കോട്ടെ. അനിയന്റെ കുട്ടി ഇങ്ങനെ കരയുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷേ ചേട്ടന് മനസ്സിലത് ഇങ്ങനെ കിടക്കുന്നോണ്ടാണ് എന്നെ ഉറക്കണ്ടേ? ഉറക്കം പോയവന്റെ ദീനരോധനം. എന്തായാലും പക്ഷെ നമ്മള് കുരങ്ങന്റെ സൗണ്ടാണ് കേൾപ്പിച്ചത്. അതെ, ആയിക്കോട്ടെ. അതുകൊണ്ട് അനിയന്റെ കുട്ടിയുടെ സൗണ്ടായിട്ട് പറഞ്ഞ ചേട്ടന് അനിയന്റെ കുഞ്ഞിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ഞാനും കോഴിമുട്ട ഇടാൻ പോകുമ്പോ ഉള്ള ശബ്ദം അനുകരിക്കുക. അതറിയോ കോഴി മുട്ടയിടാൻ പോകുമ്പോ? കാണിച്ചു തരുമോ? എനിക്കറിയില്ലോ, ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലല്ലോ. പിന്നെ ഞാനിത് കാണിച്ചാൽ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ഞങ്ങളത് തിരിച്ചറിഞ്ഞോളാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതാണ് ശബ്ദം ഒന്ന് എങ്ങനെ തിരിച്ചറിയും? അതായത് ഞങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, ഞങ്ങൾക്ക് ചെയ്യാനാണ് അറിയാത്തത്. ഓഹോ, പണ്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെ. അതെ, പറഞ്ഞോ. ഇങ്ങനെ കോഴി പമ്മി പമ്മി പോയിട്ട് മുട്ട. അല്ല, ഈ ശബ്ദം അനുകരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, പോവാൻ പറഞ്ഞിട്ടില്ല. ശരി, ശബ്ദം അനുകരിച്ചു മതി. പഴയ കലാപകൻ കാശ് മിമിക്രി പഠിച്ചതിന്റെ ഗുണം കിട്ടി. ഇനി അങ്ങനെ 2 ടാസ്ക് എടുത്തിരിക്കുകയാണ്, എന്റെ ജീവിതം ധന്യമായിരിക്കുകയാണ്. ഇനി അടുത്ത സൗണ്ട് റെഡി. കിട്ടിയാ അന്ന് പൊട്ടിച്ചോ? വേണ്ട, എനിക്ക് പൊട്ടിക്കണം. വേണ്ട, പൊട്ടിക്കണം. കിട്ടിയപ്പോ തന്നെ പൊട്ടിക്കണം. പൊട്ടി അല്ലെങ്കിൽ അതിന് പണിഷ്മെന്റ് ഉണ്ട്. പൊട്ടിക്ക്. പറഞ്ഞു. കരടി കരടി കൂർക്കം വലിക്കുന്ന. നേരത്തെ സിംഹം തോന്നി, ഇപ്പൊ കേട്ടപ്പോഴേ ഏതാണ്ട് അതേപോലത്തെ എന്തോ തോന്നി. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അത് പറഞ്ഞാൽ അല്ല, പന്നിയായിരുന്നു. പന്നി. ഞാൻ വെജിറ്റേറിയൻ. പന്നി കൂർക്കം വലിച്ചല്ലേ? ഈ കൂർക്കം വലിക്കുന്ന ഈ രാത്രി മാത്രമേ ഇവര് പോയി എടുക്കത്തുള്ളൂ. ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം പോയിട്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ. എന്നാ ഇതിന് മഞ്ഞ മുമ്പ് പറയണം, രാത്രി നിങ്ങളൊന്ന് ഇറങ്ങി നടന്നിട്ട് വരണം. ഈശ്വരാ, എന്താ എന്റെ ഇംഗ്ലീഷ് ടീച്ചർ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ്. എന്റെ ഇംഗ്ലീഷ് ടീച്ചർ ഇത് കാണുന്നുണ്ടെങ്കിൽ. എന്തുവരെ പഠിച്ചു? ഞാൻ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, വീഡിയോ പ്രൊഡക്റ്റ്. മര്യാദയ്ക്ക് പറ. സൂപ്രണ്ടന്റ് ആണോ സൂപ്രണ്ട് ആണോ? സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഡൗട്ട്? എന്നാ സൂപ്രണ്ട് പറഞ്ഞോ. സപ്പോർട്ട് എനിക്കറിയാൻ പാടില്ല. SU PR റിൻഡൻഡന്റ്. തെറ്റി, ഇപ്പഴേ തെറ്റി. SU ഏത്തോട് ഫ്രണ്ട് സൂപ്രണ്ട് വായിക്കേ. എന്നല്ലേ SUPRANT. ആണോ? ആണോ? സൂപ്രണ്ട് അല്ല, സൂപ്രിന്റ്. എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ. SUPRANT സൂപ്രണ്ട്. സൂപ്പറാണ്. സൂപ്പറാണ്. ഞങ്ങളുടെ സൂപ്രണ്ട് അങ്ങനെയാ. ആ വിഷമാണ് എന്നെ തെറ്റിക്കാൻ നോക്കിയാണോ? ഈ ആണോ? അതെ, ഇത് എഴുതിയവനൊന്നും സ്പെല്ലിംഗ് പറയണേ. കറക്റ്റാണ്. ഞാൻ പറയാം, ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് കേട്ടോ. ഞാനും പറയാം. ഞാൻ പറയാം. ഓഡിയോ ക്ലിയർ അല്ലാത്ത ശബ്ദം എനിക്ക് ക്ലിയർ ആയില്ല. അപ്പൊ പിന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. വെയിലിന്റെ സൗണ്ട് ആണോ? വെയിലോ? ബ്ലൂ വെയിലിന്റെ സൗണ്ട്. നമ്മൾ ഇന്നലെ സ്കൂബ ചെയ്യാൻ പോയപ്പോ സൈഡിൽ കൂടി പോയല്ലോ. അവിടെ വരെ ചിന്തിച്ചു. അല്ലെങ്കിൽ ഡിനോസർ, ഇതിലേതെങ്കിലും. ഇല്ല, ഒരു ഇത്തിരി പോന്നൊരു ജീവിയുടെ സൗണ്ടാണിത്. അത് ഇതിലൂടെ കേട്ടപ്പോ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുകയാണ്. ഇച്ചിരി ഒരു സെക്കൻഡ് കുറച്ചൊന്ന് ആലോചിച്ചോട്ടെ. ഇത്തിരി ഉള്ളൂ. ഇത്തിരി പോന്ന എന്ത് ജീവിക്ക് ഇത്ര സൗണ്ട്? ഒരിക്കലും കൂടെ ഒന്ന് കേട്ടോളൂ, എന്നിട്ട് മനസ്സിലാവും. എനിക്കറിയാം. കൊതുക്. അത് ബാസായിട്ട് തോന്നുന്ന ആന്ന്. കാതില് മൂളുമ്പോ ബാസ്. കാതില് മൂളുമ്പോ കൊതുകിന് ഈ ബാസ്. അപ്പൊ കൊതുക് അല്ലെങ്കിൽ ഈച്ച. കൊതുക് അല്ലെങ്കിൽ ഈച്ച. രണ്ട് ഏകദേശം ഒരേ കാറ്റഗറി. കൊതുകും ഈച്ചയാണ്. പക്ഷെ ഈച്ച എന്ന് പറഞ്ഞാൽ സാധാ ഈച്ചയല്ല ഇത്. തേനീച്ച. എന്നെ കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ സ്പോട്ട് അപ്പ് ചെയ്യുക. എന്തൊക്കെയുണ്ട് ചേച്ചി, സുഖമാണോ? ഈ പൊട്ടനെ എങ്ങനെ സഹിക്കുന്നു?
ഇവനെ നമുക്ക് തോപ്പിക്കണം. കറക്റ്റ്. പോരെ? ഇനി അടുത്ത സൗണ്ട് റെഡി. ഊളൻ ഊളനാ? ഊളൻ ഊളൻ ഇയാളെ നോക്കിയ കുറുക്കൻ ആ കുറുന്നേന് ഊളൻ എന്നാണ് പറയാ നിങ്ങളുടെ നാട്ടില്? ഊളുന്നോണ്ടാ ഊളെന്ന് പറയുന്നത്. ഓരി ഇടുന്നോണ്ട്. ആ correct answer. എനിക്ക് ഇമ്മാതിരി ജീവികളായിട്ടൊന്നും സഹവാസമില്ല. ഞാൻ ഞാൻ പോയിട്ടില്ല. തിരുവനന്തപുരത്ത് തന്നെ ജീവിക്കുന്നു. അതെ. നമ്മള് സിറ്റിയിലാണ്. മീൻ വിൽപ്പനക്കാരിയായി അഭിനയിക്കുക. മീൻ വിൽപ്പനക്കാരനായി അഭിനയിക്കുക. ഓക്കെ. മറ്റേ ഒരു കൂവലൊക്കെ കൂവിയിട്ട് ചാള മത്തി. ആ അയല മാത്രമല്ലല്ലോ, വേറെ മീനില്ല. എന്താ കടലില് മറ്റേ ഇതല്ലേ, ഏത്? ഞാനിത് വീട്ടിൽ വളർത്തിണ്ടിരുന്ന ചാളയാണ്. പടക്കണില്ലല്ലോ. അപ്പൊ ചാള അയലാന്നല്ലേ നിങ്ങൾ വിളിച്ചു പറഞ്ഞത്? ചാളയാണ് ചാള. സത്യമായിട്ട് നിങ്ങൾക്ക് മീൻ കണ്ടറിയാമോ? നോക്ക്. ആ ഇത് ചാളയാ. ആണല്ലേ? അത് ബലൂണാണ്. വാ അടുത്തേലോട്ട് പോവാ. സൂപ്പർ. ഇനി നമുക്ക് സൗണ്ട് വേണോ? ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. എന്നാലും ഒന്നുകൂടെ. ആണോ? സൗണ്ട് ഇല്ല, തീർന്നു. നോക്കാം ഈ പണിഷ്മെന്റ് എന്താണ്. അത് അരുൺ ചേട്ടൻ ചെയ്യും. മോനെ കഞ്ഞി താഴെ ഇടടാ. കത്തി താഴെ ഇടറന്നല്ലേ? കഞ്ഞി അല്ല കത്തി. ഇത് നമുക്ക് ആഘോഷമായിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്ന പരിപാടിയാ. 3 പേർക്കും ഏതാണ്ട് ഏറെക്കുറെ അലമ്പാൻ വന്നതാ. എന്തായാലും ഈ ഗെയിം ഇവർ അസലായിട്ട് കളിച്ചിരിക്കുകയാണ്. ഇതിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ ആരും ജയിച്ചില്ല. ആര് ജയിച്ചു? ഉറുക്കന്റെ ശബ്ദം കണ്ടുപിടിച്ച ദേവയാനി.